ഹേ ഗായ്സ്, FCK ഫ്രീസ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ഒരു മിഡ്ഫീൽഡറിന് അത്യാവശ്യമായ 5 ക്വാളിറ്റീസാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഗെയിമിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മികച്ച മിഡ്ഫീൽഡറായി മാറാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്നാൽ പിന്നെ ടൈം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരു മികച്ച മിഡ്ഫീൽഡർ ആണെങ്കിൽ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നുള്ളത് ഡിഫൻഡറിൽ നിന്ന് ഒരു ബോൾ റിസീവ് ചെയ്യുക, അതുപോലെ കൃത്യമായി നിങ്ങളുടെ ഫോർവേഡിന് നല്ല അവസരമൊത്ത പാസുകൾ എത്തിക്കുക എന്നുള്ളത്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടി എന്നുള്ളത് ഇതാണ്. നല്ല ഫോർവേഡ്സിന് നിങ്ങളൊരു ബോൾ സപ്ലയറാണ്. എപ്പോഴും ക്രിയേറ്റീവായിട്ട് ബോൾ എത്തിക്കാൻ സാധിക്കുന്നൊരു മിഡ്ഫീൽഡർ എപ്പോഴും പിച്ചിൽ എടുത്ത് കാണിക്കപ്പെടും. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇനിയേസ്റ്റ, ഓസിൽ, സാവി അങ്ങനെയുള്ള പല പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. വളരെ ക്രിയേറ്റീവായിട്ടുള്ള പാസും അതുപോലെ ഡിഫൻഡറിൽ നിന്ന് കൃത്യമായി ബോൾ റിസീവ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് നിങ്ങൾ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി നിങ്ങൾക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. യു ആർ എ ബോൾ സപ്ലയർ. അപ്പോൾ ബോൾ റിസീവ് ചെയ്യുക, കൃത്യമായി നല്ല ക്രിയേറ്റീവായിട്ടുള്ള പാസ് നൽകുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ ടിപ്പിൽ പറഞ്ഞതുപോലെ നിങ്ങൾ കൃത്യമായി ബോൾ സപ്ലൈ ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ബോൾ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വിഷൻ. ഈ വിഷൻ എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ബോൾ ഒരു ഡിഫൻഡറിൽ നിന്നുള്ള ഒരു ബോൾ ലഭിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള എഗെയിൻസ്റ്റ് ടീമിലുള്ള ഡിഫൻഡറുടെ പൊസിഷനിങ്, അതുപോലെ നിങ്ങളുടെ ഫോർവേഡിൻ്റെ പൊസിഷനിങ്, ബോൾ ലോബ് ചെയ്ത് പാസ് ചെയ്യണോ അതോ ഗ്രൗണ്ട് ബോളായി പാസ് ചെയ്യണോ, അതായത് നമ്മളെ ടീംമേറ്റിന് വേണ്ടി, അങ്ങനെയുള്ളൊരു കൃത്യമായൊരു ഐഡിയ നമ്മളെ മൈൻഡിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഗ്രേറ്റ് വിഷനുള്ളൊരു മിഡ്ഫീൽഡർ എന്നുള്ളത് പറയുന്നത് ഒരു എഗെയിൻസ്റ്റുള്ളൊരു ടീമിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഗെയിമിൽ നിങ്ങളതായ ഒരു വിഷന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നല്ല ടാക്റ്റിക്കലായി നല്ല കൃത്യമായ പാസുകൾ നിങ്ങളുടെ ഫോർവേഡ്സിന് എത്തിക്കുവാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിസീവിങ് ആൻഡ് പാസിങ് മാത്രമാണ് മിഡ്ഫീൽഡറിൻ്റെ പ്രധാന ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്നുള്ളത് കൂടുതൽ നേരം ബോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുവാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ മിഡ്ഫീൽഡിൽ ബോൾ ഹോൾഡ് ചെയ്യുക എന്നതിനെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കാലത്ത് തന്നെ ബോൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളതല്ല. കൃത്യമായി മിഡ്ഫീൽഡേഴ്സ് അപ്പുറം ഇപ്പുറം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി പാസ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തമായി കൂടുതൽ ടൈം മിഡ്ഫീൽഡേഴ്സ് ബോൾ ഹോൾഡ് ചെയ്യരുത്. കൃത്യമായ റിസീവിങ് 1 to 3 ടച്ചിൽ നിങ്ങളുടെ ഗെയിം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു ടച്ചിൽ റിസീവിങ്, ഒരു 2-3 ടച്ചിനുള്ളിൽ അടുത്ത പാസ് നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. കൂടുതൽ സമയം ബോൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കളിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഗോള് അടിക്കുക എന്നുള്ളതല്ല, ഗോള് വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളുടെ കളിക്കാരിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മളുടെ എഗെയിൻസ്റ്റ് പോസ്റ്റിലേക്ക് നമുക്ക് ഗോള് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ഗോള് വാങ്ങുക എന്നുള്ളത് ടീമിന് ഏറെ തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ടീമിനെ ഒന്നാകെ ഡൗൺ ആക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു മിഡ്ഫീൽഡർ എന്ന നിലയിൽ അത്യാവശ്യം നമ്മളുടെ ഡിഫെൻഡിങ് പൊസിഷനെ സഹായിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു മിഡ്ഫീൽഡർ ആകുമ്പോൾ മെയിൻലി രണ്ട് മിഡ്ഫീൽഡേഴ്സ് ഒരു സെൻറ്ററിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ മിനിമം ഡിഫെൻസീവായിട്ടാണ് കളിക്കുക. അത്യാവശ്യം ഡിഫെൻസിനെ സഹായിച്ചു കൊണ്ട് മാത്രമേ ഒരു നല്ലൊരു മികച്ച മിഡ്ഫീൽഡർ ആകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടിപ്പ് അതാണ്. നിങ്ങൾ കൃത്യമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡിഫെൻസിനെ സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ കളി മുന്നോട്ട് കൊണ്ടുപോകുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്നുള്ളത് നിങ്ങൾ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷൻ എന്നുള്ളത് ഒരു 75 മിനിറ്റ്സ് ആൻഡ് എബോവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം തോറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ ഗോൾ അടിക്കേണ്ട അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ നിങ്ങളതായ റിസ്ക് എടുത്ത് നിങ്ങളുടെ സ്കിൽസ് കൊണ്ട് നിങ്ങൾ ഗോൾ സ്കോർ ചെയ്യാനോ നല്ല രീതിയിലുള്ള പാസ് എത്തിക്കുവാനോ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ 2 ടച്ച് 3 ടച്ച് ഗെയിം ഒഴിവാക്കി നിങ്ങളതായ സ്കിൽസിൽ നിങ്ങൾ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് ഒരു മിഡ്ഫീൽഡറെ വളരെയേറെ അവരെ ഗെയിമിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അവരെ വളരെ എടുത്ത് പുറത്ത് കാണിക്കുന്ന, അതായത് ഒരു മിഡ്ഫീൽഡറിനെ
വളരെ വാല്യുബിളായി തീർക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം, പല മിഡ്ഫീൽഡേഴ്സും ഇങ്ങനെയുള്ള ഗോളുകൾ കൊണ്ട് ടീമിനെ വളരെ വലിയ നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അവർക്ക് അങ്ങനത്തെയുള്ള മിഡ്ഫീൽഡേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു 80 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവരെ തന്നെ റിസ്കിൽ വളരെ സ്പീഡി ആയിട്ടുള്ള സ്കിൽസൊക്കെ എടുത്ത് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെ ഒരു അവസരം, അതുവരെ നോർമൽ ഗെയിം കളിച്ചതിന് ശേഷം കുറച്ചും കൂടി നിങ്ങളെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഒരു ടീമിനെ മുന്നിലെത്തിക്കാൻ മിഡ്ഫീൽഡേഴ്സിന് സാധിക്കണം. ചില ടൈം നിങ്ങളുടെ ഫോർവേഡ്സൊക്കെ ഫോം ഔട്ടായിരിക്കും, സ്കോർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൽസ് പുറത്തെടുക്കാൻ ശ്രമിക്കുക. അതാണ് റിസ്ക്. അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു പ്ലെയറെ എപ്പോഴും മിഡ്ഫീൽഡർ വളരെ വാല്യൂ ആർജിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. എപ്പോഴും ടീമിൽ അദ്ദേഹത്തിന് വലിയൊരു വാല്യൂ തന്നെ ഉണ്ടായിരിക്കും. കാരണം കോച്ചിനും പ്ലെയേഴ്സിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഒരു 80 മിനിറ്റ്സിന് ശേഷം ഇവനെ എല്ലാവരും അടിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇവനെ അടിക്കും എന്തായാലും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നമ്മളെ ടീമിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളതായ റിസ്ക് നിങ്ങൾ ആ ഒരു ടൈമിൽ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു പ്ലെയറായി അത് മാറ്റും. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ 5 ടിപ്സും നിങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഈ 5 ക്വാളിറ്റീസ് നിങ്ങളുടെ ഗെയിമിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ ഒന്ന് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ചാനൽ കുറച്ചും കൂടി ഒന്ന് ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കട്ട സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു.